ഹേ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു JP റിവ്യൂ. നമ്മൾ രണ്ടാഴ്ചയായി വീഡിയോ ഇട്ടിരുന്നാലും ഷോർട്ട്സ് ഇട്ടിരുന്നു. ചെക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തെല്ലാവർക്കും താങ്ക് യു ഫോർ സബ്സ്ക്രൈബേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാൻ പോകണം എന്താണ് 4 കിടിലൻ ഇടിപ്പടങ്ങളാണ് നമ്മൾ നോക്കാൻ പോകണ. ഡോൺലിയുടെ സിനിമകളാണ്. ഡോൺലി നിങ്ങൾക്ക് പൊതുവെ അറിവായിരിക്കും, മിക്കവർക്കും അറിയായിരിക്കും. കാരണം ട്രെയിൻ ടു പുസാൻ സിനിമയിലൊരു ആളില്ലേ, ഒരു മോഹൻലാൽ, ആ രൂപമൊക്കെ ഉള്ളൊരു പുള്ളിയില്ലേ, ലുക്കൊക്കെ അതുപോലെ തന്നെയാണ്. അങ്ങനത്തെ ഒരാൾ പലർക്കും അറിയായിരിക്കും. അങ്ങനെയാണ് പുള്ളി ഫേമസ് ആയത്. പക്ഷെ എന്നാലും പുള്ളിയുടെ പടങ്ങൾ അധികം ഒന്നും പലരും കണ്ടിട്ടില്ലെങ്കിൽ പോലും മിക്കും അറിയാം പുള്ളീനെ. എനിക്ക് തോന്നുന്നു കേരളത്തിൽ അത്യാവശ്യം ഫാൻസൊക്കെ ഡോൺലിക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ പുള്ളിയുടെ 4 കിടിലൻ ഇടിപ്പടങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഇടിയെന്ന് പറയേണ്ട ആവശ്യമില്ല, ഓടി വരുന്നു, എറിയുന്നു, ചവിട്ടുന്നു, കുത്തുന്നു. മെയിൻലി ഇതാണ് പുള്ളിയുടെ സിനിമകളിൽ കാണുന്നത്. അതൊക്കെ തന്നെയാണ് പടങ്ങളും. ഓക്കെ, അപ്പോൾ നമ്മൾ പുള്ളിയുടെ 4 സിനിമകളാണ് നോക്കാൻ പോകുന്നത്. ആദ്യത്തേത് സ്റ്റാർട്ടപ്പ്. ഇതൊരു കോമഡി പ്ലസ് ആക്ഷനാണ്. ക്ലൈമാക്സ് ആകുമ്പോഴാണ് ആ ട്വിസ്റ്റ് റിവീൽ ചെയ്യുന്നത്. ട്വിസ്റ്റ് സിനിമ ആണ്, മനസ്സിലാവും. അടുത്ത സിനിമയാണ് ദ റൗണ്ട് അപ്പ്. ഇതൊരു ക്രൈം ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. നല്ലൊരു സിനിമയാണ്. നല്ലൊരു കഥയും നല്ലതുപോലെ തന്നെ ഒഴുക്കി പോകുന്നുണ്ട്. നല്ലൊരു ആക്ഷനും കൂടെ പോകുന്നുണ്ട്. അടുത്താണ് ദ റൗണ്ട് അപ്പ് നോ വേ ഔട്ട്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൗണ്ട് അപ്പില്ലേ, അതിൻ്റെ 2ാം ഭാഗം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇത് 2ാം ഭാഗം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്നാലും അതേ കഥയല്ല, വേറൊരു കഥയാണ്. അടുത്തതാണ് അൺപ്രഡിക്റ്റബിൾ. ഓക്കെ, ഇതൊരു സാധാരണക്കാരനായി ജീവിക്കുന്ന വ്യക്തി പിന്നീട് പുള്ളി തൻ്റെ ഭാര്യ നഷ്ടപ്പെടുമ്പോൾ റിവെഞ്ച് ചെയ്യുന്നതാണ് കഥ. എനിക്ക് തോന്നുന്നു ഇതിനകത്താണ് കുറച്ചും കൂടി ഒരു വയലൻസ് ആയിട്ടുള്ള സംഭവങ്ങളുള്ളത്. കാരണം ഭാര്യയെ കൊന്നവൻ്റെ ദേഷ്യം തീർക്കുന്നതാണ് സിനിമയുടെ മെയിനായിട്ടുള്ള പ്ലോട്ട്. ഈ പറഞ്ഞ 4 പടങ്ങളുടെയും പ്ലോട്ട് ഏകദേശം ഒരേ പ്ലോട്ട് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ 4 എണ്ണവും ഒരുമിച്ചല്ല കണ്ടത്, പക്ഷെ നിങ്ങളിപ്പോൾ കാണുവാണെങ്കിൽ ഏകദേശം മനസ്സിലാവും. ഇത് ഒറ്റൊരു കഥ പോലെയാണ് ഈ പടം പോകുന്നത്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കട്ടെ. 4 കിടിലൻ പടങ്ങളാണ്. സ്റ്റാർട്ടപ്പ്, റൗണ്ട് അപ്പ്, നോ വേ ഔട്ട്, അൺപ്രഡിക്റ്റബിൾ. അപ്പോൾ ഇതാണ് വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സപ്പോർട്ട് ചെയ്യുക. ബൈ.